നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എൻ നന്ദകുമാറാണ്. സർ, ഇന്ന് കേരളം മുഴുവൻ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സൗമ്യ വധക്കേസ് പ്രതിയും കൊടും കുറ്റവാളിയുമായ ഗോവിന്ദസ്വാമി എന്ന ചാർലി തോമസിന്റെ ജയില് ചാട്ടവും തുടർന്നുണ്ടായ അദ്ദേഹത്തിന്റെ പിടികൂടലുമെല്ലാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ നടന്നു നിൽക്കുന്ന ദുരൂഹത. കണ്ണൂർ പോലെ ഒരു അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഒറ്റക്കായനായ ഈ പ്രതി എങ്ങനെ ജയില് ചാടി എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരു സപ്പോർട്ടോടു കൂടി തന്നെയല്ലേ ഈ ജയില് ചാട്ടത്തെ കാണേണ്ടത്? ചാർലി തോമസ് എന്ന് പറയുന്ന ഗോവിന്ദസ്വാമി, യഥാർത്ഥത്തിൽ അയാളുടെ പേര് ചാർലി തോമസ് എന്നാണ്. നിർഭാഗ്യവശാല് കേരളത്തിൽ ഒരു മാധ്യമങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒന്നും അയാളെ ചാർലി തോമസ് ആയിട്ട് അയാൾ അവതരിപ്പിക്കുന്നില്ല. മറിച്ച് അയാൾ ഗോവിന്ദസ്വാമിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. മറ്റൊന്നുള്ളത്, ഞാൻ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ്. ആസൂത്രിതമായിട്ടുള്ള ജയിൽ ചാട്ടമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ആ ജയിലിന്റെ ഉയരം 15 അടിയാണ് ഉയരം. ആ 15 അടി ഉയരമുള്ള ജയില് ഒറ്റക്കയ്യനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ചാടിക്കിടക്കാൻ സാധിച്ചു എന്ന് നമ്മള് ചിന്തിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ അയാള് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടത് കമ്പികൾ അറുത്ത് മാറ്റിക്കൊണ്ടാണ് അങ്ങോട്ട് കടന്നിരിക്കുന്നത്. ഈ ആക്സോ ബ്ലേഡ് അയാള് 1 മാസക്കാലമായിട്ട് അയാളുടെ പരിശ്രമം നടത്തുന്നു. ഇയാള് എല്ലാ ദിവസവും ഇയാളെ വന്ന് പരിശോധിക്കുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവർക്ക് പണി വേറെന്താ ഉള്ളത്? ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് ഇരിക്കുന്നത്? അവരെന്താണ് ഇയാളെ പരിശോധിച്ചത്? അത് ഇയാളിൽ നിന്ന് നക്കാപ്പിച്ച് മേടിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു അവരുത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. രണ്ടാമതൊന്ന്, ഇയാള് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇയാള് അരിയാഹാരം വേണ്ട എന്ന് തീരുമാനിച്ചു. ഇയാള് ചപ്പാത്തി കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇയാൾക്ക് ചപ്പാത്തി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില ഡോക്ടർമാരുണ്ട് അവിടുത്തെ. ഈ എന്താ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വ കാര്യത്തില്? ഇവര് പറയുന്ന പോലെയാണോ ഇയാൾ ചെയ്യേണ്ടത്? ഒരു കേസിൽ കുറ്റവാളിയായിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരാള്, ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് ഇനി 1 വർഷം കൂടി അയാൾക്ക് ശിക്ഷ ബാക്കിയുള്ളൂ. 1 വർഷം കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധ്യമല്ല, ഭാരതത്തിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അയാൾക്ക് വീണ്ടും ജയിലിലേക്ക് ഒരു സ്ഥിരമായിട്ടുള്ള വാസം ഉറപ്പിക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തില് ജയിലിലെ ചിലർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ വേണ്ടി സാധ്യമല്ല. കാരണം ജയിലിൽ പലർക്കും ഇത്തരം കാര്യങ്ങൾ പങ്കുണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇയാൾ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇയാള് ജയിൽ ചാടിക്കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഇയാളെന്താ അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ. അയാൾ ആ വസ്ത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ കൃത്യമായി ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് സൗകര്യം ചെയ്തു കൊടുത്ത് ഇത്തരം വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യത്തില് ഈ പറയുന്ന ചാർലി തോമസ് കാണിച്ചൊരു വൈദഗ്ധ്യമുണ്ടല്ലോ. അതിനകത്തുള്ള ഒരു പോലീസ് ബുദ്ധി നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇയാൾ 1 മണിക്ക് ഇയാൾ പോകുന്നു. 3 മണിക്ക് ഇയാൾ ജയിൽ ചാടിക്കിടക്കുന്നു. 5 മണിക്ക് പോലീസ് ചില ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്നു. 7 മണിക്കാണ് പോലീസ് അറിയുന്നത്. ജയിൽ ആളുകൾ അറിയുന്നത് 5 മണിക്കാണ്. അങ്ങനെ ഇവര് കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തിനനുസരിച്ച് 4 മണിക്കൂർ വേണ്ടി വന്ന് പോലീസിന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിരവധി CCTV ക്യാമറകളുണ്ട്. ഈ ക്യാമറകളിലേക്ക് ഇയാൾ ചാടുന്നതിന് ചിത്രം വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തിരിക്കുന്ന ആളുകൾ മാത്രം ഈ പറയുന്ന CCTV ക്യാമറ കണ്ടിട്ടില്ല. അപ്പൊ ഇവരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നോ? എന്താ ഇവരുടെ വേറെ പണിയുള്ളത്? അതോ ഇയാൾക്ക് ചാടിപ്പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അവിടുത്തെ കണ്ണൂർ ജയിലിന്റെ അധികൃതരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മുതൽ ജയിലിന്റെ ഉപദേശ സമിതിയിൽ ആരൊക്കെയാ ഉള്ളത്? ജയിലിന്റെ ഉപദേശ സമിതിയിലുള്ളത് നിരന്തരമായിട്ട് കുറ്റവാളിയായിരിക്കുന്ന ആളുകളാണ്. ജയിലിന്റെ ഉപദേശ സമിതിയിലകത്ത് അതിനകത്തുള്ളവരുണ്ട്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഈ പറയുന്ന ചാർലി തോമസിനെ രക്ഷിക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം എന്ന് വെച്ചാൽ അയാൾക്ക് നിരന്തരം ജയിലിൽ തന്നെ കിടന്നുകൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ ചെലവില് അയാളെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഒരു വശമുള്ളത്. രണ്ടാമതും നമ്മൾ കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ വേർപാട്. അത് തെക്കൻ കേരളത്തിൽ ഒരു വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. ഒരു വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും ലഭിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ വേവലാതി കൊണ്ടത് ഒരു സ്ഥലത്തും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നില്ല, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരായിരുന്നില്ല. മറിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ വേവലാതി പൂണ്ടത് കേരളം ഭരിക്കുന്നവരാണ്. ഈ പറഞ്ഞങ്ങനടക്കമുള്ള ആളുകളാണ്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളാണ്. ഗോവിന്ദ മാഷ് അടക്കമുള്ള ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇക്കാര്യത്തിൽ വേവലാതിപ്പെട്ടത്. കാരണം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനഭിമതരായിരിക്കുന്ന നിരവധി ആളുകള് രാഷ്ട്രീയം മറന്നുകൊണ്ട് VS അച്യുതാനന്ദന്റെ ആ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയ സമയത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് എന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചുണ്ട്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രാധാന്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവിടെ ജയിൽ ചാടിയിരിക്കുന്ന കുറ്റവാളി മണിക്കൂറിനകം പോലീസ് പിടിക്കപ്പെടുന്നു. എന്തൊരു വൈദഗ്ധ്യ പോലീസ് അപ്പത്തനവയിൽ പിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയൊരു തുക ഇനാം പ്രഖ്യാപിക്കുന്നു. അവര് ഈ പറയുന്ന ജയിൽ ചാടിയിട്ടുള്ള ആള് വെളുപ്പിന് 3 മണിക്ക് ചാടിയ ശേഷം വളരെ നിസ്സങ്കോചം റോഡിൽ കൂടി നടന്നു പോകുന്നു, തലയിൽ ഒരു സാധനമൊക്കെ വെച്ചുകൊണ്ട്. ഈ ഒറ്റക്കയ്യന് ഇതെല്ലാം സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒറ്റക്കയ്യൻ മാത്രമായിരുന്നു ആ ഒറ്റക്കയ്യന്റെ കൂടെ ഏതെല്ലാം ഇരട്ടക്കയ്യന്മാരുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ അന്വേഷണം നടത്തേണ്ടതാണ്. ഇത് അന്വേഷണം നടത്തല് കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് ആയിരിക്കരുത്, കേരളത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കരുത്. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കിടുന്നു വേണം അനുമാനിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചാടിയതിനു ശേഷം ഇയാൾ അവിടെ ഒരു ഒഴിഞ്ഞ വീട് കണ്ടെത്തുക, എന്തൊരു അത്ഭുതമാണെന്ന് ആലോചിച്ചു നോക്കുക. അവിടെ ഗോവിന്ദസ്വാമി ഈ പറയുന്ന ചാർലി ഒരു ഒഴിഞ്ഞ വീട് കണ്ടെത്തുകയാണ്. ഒഴിഞ്ഞു വീട് കണ്ടെത്തില്ല, അവിടുത്തെ കിണറയാൾ കണ്ടെത്തുകയാണ്. അയാളെ കിണറിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആളുകൾക്ക് അവിടെ കൂട്ടം കൂടുകയാണ്. അവരൊക്കെ കൂടി അയാളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. അവര് പോലീസിനെ സഹായിക്കുകയാണ്. ഈ ഇത്തരം ഒരു പൊറാട്ട് നാടകമാണ് കണ്ണൂരില് ഈ പറയുന്ന VS അച്യുതാനന്ദന്റെ മരണത്തിന്റെ തൊട്ടടുത്ത ദിവസം നടത്തിയിരിക്കുന്ന ഈ പൊറാട്ട് നാടകം വാസ്തവത്തില് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം ഒരു കഴിവുമില്ലാത്ത ഒരു ഇരട്ടച്ചങ്കനല്ല, ഓട്ടച്ചങ്കനായിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, അയാൾ ഭരിക്കുമ്പോഴേ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അയാളുടെ ജില്ലയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളില് അയാളെ പോലുള്ള ആളുകൾക്ക് പങ്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഈ പറയുന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിന്റെ സൂത്രധാരത്വം ഈ പറയുന്ന ഔദ്യോഗിക ആളുകൾക്ക് ഇല്ല എന്ന് വിശ്വസിക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം പൊതുസമൂഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഏതെങ്കിലും ചില ചാനലുകാരെയൊക്കെ പിടിച്ചുകൊണ്ട് അവര് അവിടെ സൗമ്യയുടെ അമ്മയെ കൊണ്ടൊക്കെ ചിലർ ഇന്റർവ്യൂ നടത്തേണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആരോടെ നന്ദി രേഖപ്പെടുത്തുന്നതൊക്കെ ചോദിക്കുന്നത്. ഇത് ആരോടെ ഇതിനെ നന്ദി രേഖപ്പെടുത്തേണ്ടത്? നന്ദി രേഖപ്പെടുത്തേണ്ടതാണോ ഇത്? ഈ ചില ചാനലുകാർക്ക് ചോദിക്കുന്നത് ഞാൻ കേട്ടു, നന്ദി രേഖപ്പെടുത്തേണ്ട ആരോടാന്ന്. നന്ദി രേഖപ്പെടുത്തുന്ന ഈ ചാനലിന്റെ മുതലാളിയോടാ നന്ദി രേഖപ്പെടുത്തേണ്ടത്. ഈ പറയുന്ന ചാനൽ മുതലാളിമാരൊക്കെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളില് ഈ ആസൂത്രണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നുള്ളതാണ് തെളിയിക്കുന്ന വസ്തുത. ഈ ഇങ്ങനെയുള്ള തരത്തില് ഇവിടെയുള്ള ചാർലി തോമസുമാരെ രക്ഷിക്കുകയും സൗമ്യമാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന, എനിക്ക് പലപ്പോഴും സൗമ്യയുടെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവനൊക്കെ ജയിൽ ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയൊക്കെയാണ് കൊലപ്പെടുത്തുക? എനിക്ക് തോന്നുന്നു ഇവര് കൊലപ്പെടുത്താനൊന്നും ഉദ്ദേശമില്ല. ഇവർക്ക് തൽക്കാലം ഇയാൾ ജയിൽ ചാടുക, ഈ ജയിൽ ചാടുന്ന ആളുകളെ പോലീസ് അവന്റെ ശൗര്യം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്നു, വീണ്ടും ജയിലിലേക്ക് കൊണ്ടുവരുന്നു. അയാൾക്ക് ഒരു 5-6 വർഷക്കാലത്തോളം വീണ്ടും ജയിൽ ശിക്ഷ അയക്ക് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു. ഈ തരം ഒരു ബോധപൂർവമായിട്ട് പരിശ്രമമാണോ ഇതെന്ന് നമുക്ക് വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സർ, 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഈ അന്വേഷണത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുമോ? ഇത് മൊത്തം പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ വലിയ അനാസ്ഥ തന്നെയാണ്, ഒപ്പം സർക്കാരിന്റെ അനാസ്ഥയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, കണ്ണൂർ പോലെ ഒരു അതിസുരക്ഷിത ജയിലിൽ നിന്നാണ് ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചത്, വലിയൊരു പിഴവ് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മറ്റ് ജയിലുകളുടെ അവസ്ഥ എന്തായിരിക്കും? പോലീസ് സേന ബാക്കിയുള്ള കാര്യത്തിന് ആളുകളെ പിഴിയുന്നതിന് ഒരു ഹെൽമെറ്റ് വെച്ചില്ല, റോട്ടുകളിൽ കൂടി പോകുന്നവരെയൊക്കെ പിരിഞ്ഞ് ഒഴിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സമയമുണ്ട്. ഇത്ര കാര്യത്തിൽ അവരുടെ ശ്രദ്ധ എത്രത്തോളമാണ് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അല്ല, എനിക്ക് ഒരു പോലീസ് സേനയുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പോലീസ് സേനയുടെ അതീവ ശ്രദ്ധയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പോലീസുകാർക്ക്, കേരളത്തിലെ പോലീസുകാർ കഴിവിട്ടവരൊന്നുമല്ല, കഴിവുള്ളവർ തന്നെയാണ്. അവരെ കഴിവേറുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് മലയാളത്തിലെ കഴിവേറുന്നവരൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലെ പോലീസിന്റെ ഉന്നത മേധാവികള് ഈ തരത്തിൽ കഴിവേറിയവരാണെന്നുള്ളതാണ് എന്റെ സംശയം. അപ്പൊ അങ്ങനെ കഴിവേറിയായിട്ടുള്ള ആളുകളുടെ ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം ഈ തരം ജയിൽ ചാട്ടത്തിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള ഒരാൾക്ക് അയാൾ ഈ പറയുന്ന കമ്പി അറുത്ത് മാറ്റുക, ഈ പറയുന്ന ഇത് അയാൾ മറ്റേ സാരി വലിച്ചു കെട്ടുക, ഈ പറയുന്ന വസ്ത്രങ്ങൾ വലിച്ചു കെട്ടുക, എന്നിട്ട് മുകളിലേക്ക് എറിയുക, അവിടുന്ന് താഴേക്ക് എറിയുക, ഇങ്ങനെ ചെയ്യാൻ അയക്ക് എങ്ങനെ സാധിക്കുക? ഒറ്റക്കൈനതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുക? അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പിന്നെ ആർക്കൊക്കെയോ പങ്കുണ്ടെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തെ, ഇത് CCTV ക്യാമറയിൽ വന്നല്ലോ. ഈ ക്യാമറ നോക്കുന്നവർക്ക് എവിടെ പോയിരിക്കുന്ന സമയത്ത് ഇവർക്ക് രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലേ?
ഈ പോലീസുകാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബീന പറഞ്ഞ പോലെ 4 പേര് സസ്പെൻഡ് ചെയ്തെന്നാണ്. ഇത് 4 ബലിയാടുകൾ മാത്രമാണ്. യഥാർത്ഥമായിട്ട് സസ്പെൻഡ് ചെയ്യേണ്ടത് ജയിലിന്റെ DIG ആണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ആദ്യം ജയിലിന്റെ DIG സപ്പോർട്ട് ചെയ്യണം, ജയിലിന്റെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യണം, ജയിലിന്റെ വാർഡനെ സസ്പെൻഡ് ചെയ്യണം. അവരെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അവരെ കൂടി കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യമെന്നാണ് എന്റെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച അഭിപ്രായം. ഈ 4 ബലിയാടുകളെ സൃഷ്ടിച്ചുകൊണ്ട് ആസൂത്രിതമായിട്ട് പരിശ്രമമാണ് എങ്കിൽ ഈ ആസൂത്രണത്തിനകത്ത് ായിരിക്കുന്ന പലർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറയുന്ന ഈ വസ്ത്രം നേരത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വസ്ത്രം കൊണ്ടാണ് ഇയാൾ ചാടിയവരും മനസ്സിലായത് അത്രേ. ഈ വസ്ത്രം വളരെ ബോധപൂർവമായിട്ട് അവിടെ ഉപേക്ഷിച്ചതല്ലേ എന്നാണ് ഞാനൊക്കെ സംശയിക്കുന്നത്. ഈ തരത്തിലൊരു വങ്കത്തരം കാണിക്കുന്ന ആളല്ല ചാർലി തോമസ്. അയാളുടെ പഴയ വക്കീല് ആളൂരായിരുന്നു. ഈ ആളൂർ എന്ന് പറഞ്ഞ ആകാശപ്പറവുകളുടെയൊക്കെ വക്കീലായിരുന്നു. ഒരു വലിയൊരു ആസൂത്രണം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് ഇയാൾക്ക് ജയിലിൽ കിടക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള പോലീസ് സേന അടക്കമുള്ള ആളുകളുടെ ആസൂത്രിത പരിശ്രമത്തിന്റെ ഭാഗമാണോ ഈ സംഭവം എന്നുള്ളത് കൂടി ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഗോവിന്ദച്ചാമി, ചാർലി തോമസ് എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഒരു മാധ്യമങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗോവിന്ദച്ചാമി എന്ന് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗോവിന്ദസ്വാമി ആക്കാതിരിക്കുന്നത് തന്നെ വലിയ ഭാഗ്യം. എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഒരു ഹിന്ദുത്വത്തിനെ അപമാനിക്കുന്ന രീതിയിലേക്കും കൂടി അത് മാറുന്നില്ലേ? ഗോവിന്ദസ്വാമി എന്ന അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ടായിരിക്കും അവർ ഇതുവരെ വെളിപ്പെടുത്താത്തത്? അല്ല, ഇതിനകത്ത് വെളിപ്പെടുത്താൻ 2-3 വസ്തുതകള്. ഇയാള് ചാർലി തോമസ് ആണ് എന്നുള്ളൊരു വസ്തുത, അതൊന്നാ. ഇയാളെ നിരന്തരമായിട്ട് മാധ്യമങ്ങൾ ഇയാളെ ഈ ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള, ഗോവിന്ദസ്വാമി എന്നൊക്കെ വിളിക്കുന്നതിന് പിന്നിലുള്ള ദുരൂഹത മാധ്യമ മുതലാളിമാരുടെ ദുരൂഹതയാണ് ഇക്കാര്യത്തിലുള്ളത്. അതാണ് 2ാമത്തെ വിഷയം. 3ാമത്തെ, ഇയാൾക്ക് വേണ്ടി വാദിച്ച വക്കീലുണ്ട് ആളൂര്. ഈ പറയുന്ന ആളൂരിന് പേയ്മെന്റ് കൊടുത്താരാണെന്നുള്ള അന്വേഷിക്കേണ്ടതാണ്. അത് ഈ പറയുന്ന ഇന്ത്യയിലെ ഭിക്ഷാടക സംഘത്തിന്റെ അഖിലേന്ത്യാ ഭാരവാഹികളായിരിക്കുന്ന ആളുകള്, അവരെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ചില ആളുകള്, അവർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് ആലോചിക്കേണ്ടതാണ്. അവരാൾ തന്നെയാണോ ഈ പറയുന്ന മാധ്യമ മുതലാളിമാരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് കൂടി നമ്മൾ അന്വേഷണം നടത്തേണ്ട ആവശ്യമാണ്. ഈ പറയുന്ന നിരവധി ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന ചാർലി തോമസിനെ രക്ഷിക്കുകയും ഗോവിന്ദച്ചാമിയെ പിടിയിലാക്കുകയും അങ്ങനെ പിടിയിലാക്കുന്നത് നിമിത്തം ഇരട്ടച്ചങ്കനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും പോലീസ് സേനയുടെയൊക്കെ ഒരു വലിയ യശസ് ഉയർത്തിപ്പിടിക്കുവാനുള്ള, അത് ഉണ്ടെന്ന്, ഇല്ലാത്തൊരു യശസ്സാണെന്നല്ലോ വേറെ വശം കേട്ടോ, അത് ഉയർത്തിപ്പിടിപ്പിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഈ ചാട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഈ വിഷയത്തിൽ തുടരന്വേഷണങ്ങൾ നടക്കട്ടെ, സത്യം എന്താണെന്ന് പുറത്തു വരട്ടെ. എന്തായാലും എന്തോ ഒരു വലിയ കാര്യം മറയ്ക്കാനുള്ള അല്ലെങ്കിൽ ആരെയൊക്കെ രക്ഷിക്കാനുള്ള ഒരു വലിയ ശ്രമം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സാർ. നമസ്കാരം.